Welcome students, I am Deshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about some basic points that should be remembered while doing problems in the type 4 method, in the of Simplex method. Type Simplex method type 4 method ഉപയോഗിച്ച് നമ്മൾ type 4 problems നമ്മൾ ചെയ്യുന്നുള്ള basic ആയിട്ടുള്ള points ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞത്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ടൈപ്പ് പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്രോബ്ലം അല്ല എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണിച്ചു തരാനായിട്ടാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻടു ദ പ്രോബ്ലം. Maximize Z is equal to 40,000 x1 plus 55,000 x2 subject to the constraints 1000 x1 plus 1500 x2 less than or equal to 20,000, x1 less than or equal to 12, x2 greater than or equal to 5 and the non-negativity condition x1 and x2 greater than or equal to 0. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഇവിടെ നമുക്ക് രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ആണുള്ളത്, x1 ഉം x2 ഉം. നമ്മുടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഈ തന്നിട്ടുള്ള കൺസ്ട്രെയിൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു കൺസ്ട്രെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻഷിപ്പ് ആണ്, മറ്റൊരെണ്ണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മറ്റേത് രണ്ടാമതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് തേർഡ് കൺസ്ട്രെയിൻ ഈസ് ഓഫ് ദ ഫോം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ കൺസ്ട്രെയിൻസിനകത്ത് എന്ത് വരുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്ലസ്റ്റർ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് എന്ത് ഉപയോഗിച്ച് ചെയ്യാം, ടൈപ്പ് 4 മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ സിംപ്ലെക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പം അതിന് വേണ്ട തന്നെ ബേസിക് ആയിട്ടുള്ള എങ്ങനെ നമ്മൾ ഈ ഓരോ കൺസ്ട്രെയിൻസിനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്യുന്നുള്ള കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് ഉപയോഗിച്ച് വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ സ്ലാക്ക് സർപ്ലസ് ആസ് വെൽ ആസ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻ ദ കൺസ്ട്രെയിൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഓരോ കൺസ്ട്രെയിൻസിന്റെ റിലേഷൻഷിപ്പ് അനുസരിച്ച് എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിൾസിനെയും സർപ്ലസ് വേരിയബിൾസിനെയും ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോബ്ലത്തിൻ്റെ നമ്മൾ introduce ചെയ്യുന്നു. Therefore the constraints become 1000 x1 plus 1500 x2 plus s2 equal to 20,000. അവിടെ എന്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അവിടുത്തെ കൺസ്ട്രെയിൻ. Therefore എന്ത് മാത്രം ആഡ് ചെയ്താൽ മതി, സ്ലാക്ക് വേരിയബിളിനെ മാത്രം ആഡ് ചെയ്താൽ മതി. What about the second case? സെക്കൻഡ് കേസിനകത്ത് നമ്മളുടെ കൺസ്ട്രെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്ന റിലേഷൻഷിപ്പ്. Therefore നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിളിനെ മാത്രം ആഡ് ചെയ്യും. That is x1 plus s2 equal to 12. And the third കേസിനകത്ത് the constraint is greater than or equal to. Therefore we have to subtract the surplus variable and we have to add the artificial variable. Therefore x2 minus s3 plus a1 equal to 5. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ മാറും, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z is equal to 40,000 x1 plus 55,000 x2 plus ഇവിടെ നമ്മൾക്ക് സ്ലാക്ക് വേരിയബിൾസിന്റെയും സർപ്ലസ് വേരിയബിൾസിന്റെയും കോഎഫിഷ്യൻസ് എന്തായിരിക്കും, 0 ആയിരിക്കും. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് മാക്സിമൈസേഷൻ കേസിൽ -m ഉം മിനിമൈസേഷൻ കേസിൽ +m ഉം ആയിരിക്കും. Therefore it becomes 0s1 plus 0s2 plus 0s3 minus m into a1. So let's move on to the first simplex table. നമ്മുടെ ഫസ്റ്റ് സിംപ്ലെക്സ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് അത് ബി സി എക്സ് ബി, നമ്മൾ രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ആയ x1 x2, രണ്ട് സ്ലാക്ക് വേരിയബിൾസ് ആയ s1 s2, സർപ്ലസ് വേരിയബിൾ ആയ s3, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആയ a1 എന്നിവ ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ നമ്മുടെ കൺസ്ട്രെയിൻസിനെ റീറൈറ്റ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമ്മൾ എഴുതുമ്പോഴത്തേക്കും കോഎഫിഷ്യന്റ് മെട്രിക്സ് നമുക്ക് മനസ്സിലാകും. അവിടുത്തെ ബേസിക് വേരിയബിൾസ് ഏതൊക്കെയാണെന്നും s1 s2 ആൻഡ് a1 ആണെന്ന് മനസ്സിലാകും. Therefore നമ്മൾ ബേസിക് വേരിയബിൾസിനെ എഴുതി കറസ്പോണ്ടിങ് ആയിട്ട് ആ ടേബിൾ ഫുള്ള് ഫില്ല് ചെയ്തു. സി ജെയും ഇസഡ് ജെയും ഡെൽറ്റ ജെ എന്നിവയുടെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ഈ പ്രോബ്ലം എന്തായിരുന്നു, ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്തായിരുന്നു, മാക്സിമൈസേഷൻ ആയിരുന്നു. Therefore ഡെൽറ്റ ജെയുടെ വാല്യൂസ് ഇറ്റ് ഷുഡ് ബി either 0 or negative in order for the optimality condition to attain. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡെൽറ്റ ജെയുടെ വാല്യൂസ് it is 40,000, 50,000 plus 55,000 plus m, 0 0 minus m and 0. സോ ഇവിടെ രണ്ട് പോസിറ്റീവ് വാല്യൂസ് വരുന്നു, 40,000 ഉം 55,000 പ്ലസ് m ഉം. അപ്പൊ എമ്മിന്റെ വാല്യൂസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ എമ്മിന്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇവിടുത്തെ ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഏതാണെന്ന്. ഈ x2 എന്ന് പറയുന്ന വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന വാല്യൂ ആണ് ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ. അപ്പോൾ x2 എന്ന് പറയുന്ന വെക്ടറാണ് നമ്മളുടെ എന്ത്, ഇൻകമിങ് വെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻകമിംഗ് വെക്ടർ ഉള്ളതോളം കാലം നമുക്ക് എന്തും വേണം, ഒരു ഔട്ട് ഗോയിങ് വെക്ടർ നോട്ട് ടു ക്യാരി ഔട്ട് ദ സെക്കൻഡ് ഐറ്ററേഷൻ. അപ്പോൾ ഔട്ട് ഗോയിങ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം,
Here the incoming vector x2 ആയതുകൊണ്ട് തന്നെ we have to divide the column of xb with the column of x2. Therefore 20,000 divided by 1,500 become 40/3. Then the second case is 12 divided by 0. 12നെ നമ്മൾ ഏതൊരു നമ്പറിനെ നമ്മൾ 0 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്നത് ഇൻഫിനിറ്റി അഥവാ നോട്ട് ഡിഫൈൻഡ് എന്നാണ്. ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല, ഒരു നമ്പർ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ദ ഡിവിഷൻ പ്രോസസ് നോട്ട് ഡിഫൈൻഡ് അൺഡിഫൈൻഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മാർക്ക് മാത്രം നമ്മളോട് ഹൈഫൻ മാത്രം നമ്മളോട് കൊടുത്ത് അങ്ങനെ നമ്പർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് തേർഡ് കേസ് ഈസ് 5 divided by 1 is 1. സോ നമ്മൾ തീറ്റയുടെ വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെ എന്താ ചെയ്യുന്നത്, അവിടുന്ന് ഔട്ട് ഗോയിങ് വെക്ടർ കണ്ടുപിടിക്കുക. ആ തീറ്റയുടെ വാല്യൂസിൽ ലോവസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂവിനെ എടുക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂവിൽ ലോവസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ ഏതാണ്, 5 ആണ്. Therefore 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ അഥവാ വെക്ടർ a1, ആ a1 ആണ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഔട്ട് ഗോയിങ് വെക്ടറും ഇൻകമിംഗ് വെക്ടറും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കീ എലമെന്റ് അപ്പോൾ എന്ത് തന്നെയാണ് അവിടുത്തെ 1 തന്നെയാണ് ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിലെ കീ എലമെന്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ അതിനുശേഷം ഇപ്പോൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് ഐട്രേഷൻസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ നിങ്ങൾ ഐട്രേഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്ത് വരും, അവിടെയും ഡെൽറ്റ ജെയുടെ വാല്യൂസിനകത്ത് എന്ത് കയറി വരുന്നു, പോസിറ്റീവ് വാല്യൂസ് കയറി വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സിമിലർലി തേർഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് പോവുക. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഞാനത് ചെയ്തിട്ടുണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എൻ്റെ കൂടെ ബാക്കിയായിട്ട് ചെയ്തു വരാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിനു ശേഷം സെക്കൻഡ് സിംപ്ലക്സ് ടേബിളും തേർഡ് സിംപ്ലക്സ് ടേബിളും തന്നെ ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ഓർ ദ ഫോർത്ത് സിംപ്ലക്സ് ടേബിൾ, ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഫോർത്ത് സിംപ്ലക്സ് ടേബിൾ നമ്മൾ ഐട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് സിംപ്ലക്സ് ടേബിൾ ആണ് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് സിംപ്ലക്സ് ടേബിൾ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ബേസിക് വേരിയബിൾസ് ഇറ്റ് ബിക്കം s3, x1 ആൻഡ് x2. ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ള കോളംസ് എല്ലാം തന്നെ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും ഡെൽറ്റ ജെയുടെ റോ എനിക്ക് എന്ത് കിട്ടി, ഓൾ വാല്യൂസ് നെഗറ്റീവായിട്ടും അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഓർ 0 ആയിട്ട് കിട്ടും. എല്ലാ വാല്യൂസും ഏതൊരു 0 ഓർ നെഗറ്റീവ് ആയിട്ട് കിട്ടും. നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന ആണ് എന്ന് പറയുന്നത് ഈ കറസ്പോണ്ടിങ് പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാസ്റ്റ് സിംപ്ലക്സ് ടേബിൾ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ സിംപ്ലക്സ് മെത്തേഡിനകത്ത് ഐട്രേഷൻ പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. Therefore we can say that here all delta j's are negative. ഇവിടെ എല്ലാ ഡെൽറ്റ ജെയ്സും എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ 0 ആണ്. Therefore solution is optimal. തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച്, മാക്സിമൈസേഷൻ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻ, ഇവിടെ സൊല്യൂഷൻ എന്താണ്, ഒപ്റ്റിമൽ ആണ്. ആൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഏത്, നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് x1 is equal to 12 and x2 is equal to 16/3. നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ x1 12ഉം x2 16/3 വരുന്ന സൊല്യൂഷൻ ആണ്. x1 x2 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ. ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് x1 is equal to 12 and x2 is equal to 16/3 and hence the minimum value of the maximum value of z, maximization case ആയിരുന്നു, maximum value of z is 40,000 into 12 plus 55,000 into 16/3. maximum value of z നമുക്ക് എത്ര കിട്ടും, അപ്പോൾ 2,32,000 divided by 3 എന്ന് നമുക്ക് എന്തായിട്ട് കിട്ടും, ഈ കറസ്പോണ്ടിങ് പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം വാല്യൂ നമുക്ക് ഈ ഒരു വാല്യൂ ഒക്കെ നമുക്ക് അറ്റൈൻ ചെയ്യുന്നത് വിത്ത് ഒപ്റ്റിമൽ വാല്യൂ ഓഫ് ദ ഡിസിഷൻ വേരിയബിൾസ് ആസ് x1 is equal to 12 and x2 is equal to 16/3. സോ ഈ ടൈപ്പ് 4 അല്ലെങ്കിൽ ഫോർത്ത് ടൈപ്പ് സിംപ്ലെക്സ് മെത്തേഡാണ് നമ്മളിപ്പോൾ ക്യാരി ഔട്ട് ചെയ്തതോടെ സിംപ്ലെക്സ് മെത്തേഡിന്റെ സിംപ്ലെക്സ് മെത്തേഡിന്റെ 4 ടൈപ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഇൻക്ലൂഡിങ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് സിംപ്ലെക്സ്, അവിടെ പറഞ്ഞിട്ടില്ല, സെക്കൻഡ് ആൻഡ് തേർഡ് സിംപ്ലെക്സ് ടേബിളും കൂടെ ചേർത്ത് എന്ത് ചെയ്യാതെ ഹോം അസൈൻമെന്റ് ആയിട്ട് ചെയ്ത് ഇതിന്റെ ലെക്ചർ നോട്ട്സ് കൂടെ വെച്ച് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്താണ് ഇപ്രാവശ്യത്തെ ഹോം അസൈൻമെന്റ്. താങ്ക് യു.